അച്ഛൻ ഈ പറഞ്ഞ പോലെ റിട്ടയർ ആയതിനു ശേഷം വിൽക്കലാമേള എന്ന് പറഞ്ഞിട്ടൊരു സംരംഭം തുടങ്ങി. വില്ലടിച്ചാൻ പാട്ട്, കണ്ണകീൻ്റെ കഥ പറയുന്ന വിൽപ്പാട്ട്. അതിലിപ്പോൾ കണ്ണകിയായിട്ട് ഞാൻ അഭിനയിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഉത്സവങ്ങളിലും അമ്പലങ്ങളിലൊക്കെ എൻ്റെ അടുത്ത് പലരും ചോദിച്ചാൽ എന്താ നിങ്ങൾ പിന്നെ ഇങ്ങനത്തെ മെഗാ ഷോ ഒക്കെ ചെയ്യുന്ന നിങ്ങൾ വിൽക്കലാമേളയൊക്കെ ആയിട്ട് പോകുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ഇപ്പം ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു പരിപാടിയാണ് എനിക്കിപ്പോൾ വിൽക്കലാമേള. എനിക്ക് തോന്നുന്നു ഒരു മാസത്തിൽ തന്നെ ഞങ്ങൾക്ക് അത്രയും സ്റ്റേജുകളാണ് പല പല അമ്പലങ്ങളിലും. പിന്നെ ഈ കണ്ണകീൻ്റെ കഥ പറയുമ്പോൾ ഭയങ്കര ലൈവാണ് ചെയ്യുന്നത്, പാട്ടായിട്ടും കണ്ണകിയായിട്ടും ചെയ്യുമ്പോൾ കോവലിനെയും കണ്ണകിയുടെയും കഥ പറയുന്നത് കാണാൻ പോയിട്ടുണ്ട്. പിന്നെ കൊള്ളാം, സത്യത്തിൽ കൊള്ളാം കേട്ടോ. അതാണ് അല്ല, ഞാൻ സീരിയസ് ആയിട്ടാ. കാരണം ദിലീപ് എന്ന ഡയറക്ടർ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, സരികയെ ഇത്രയും കാലം കൊണ്ട് 19 വർഷം കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സരികയുടെ ഭർത്താവ് പറയണം കൊള്ളാം, അത് കൊള്ളാം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ കൊള്ളാം. കാരണം ഇപ്പോഴത്തെ കുറേ ന്യൂ ജനറേഷൻ ആൾക്കാർക്ക് ഈ പരിപാടി അറിയില്ല. ഞങ്ങൾ പല സ്ഥലത്തും പോകുമ്പോൾ സംഘാടകർ തന്നെ ഞങ്ങളെടുത്ത് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് പരിപാടി ചെയ്യുന്നത് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ, അതിൻ്റെ ഒക്കെ ഉത്തരവാദിത്തം നിങ്ങൾ തന്നെ ഏറ്റവും എന്ന് പറയും. ചെമ്പ് കിട്ടോ? അല്ലാണ്ട് പരിപാടിക്ക് നമ്മൾ പോകുമോ? നമ്മൾ പറയും മറ്റേ കല ഉദ്ധരിക്കാൻ പോകുന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം ബഹുവചനം വേണ്ട, ഏകവചനം മതി. എൻ്റെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഇത് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ എടുക്കാതെ നമ്മളെ നാട്ടിലുള്ള കലാകാരന്മാരെയാണ് നമ്മളതിൽ. അച്ഛൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ഇടയ്ക്ക് ഇപ്പം പറഞ്ഞാലേ മറന്നു പോകും. സാരിയെ കൊടുത്ത് നല്ല സുന്ദരിയായിരിക്കുന്നത് തോന്നിയില്ലേ? ഒരു സുന്ദരിയായിരിക്കുന്ന പോലെ തോന്നിയില്ലേ? ഏകദേശം നമുക്ക് തുടങ്ങാം. ഒരു പാട്ട് പാടിയിട്ട് തുടങ്ങാം, ഒരു നാടൻ പാട്ട്. തുടങ്ങിക്കോ. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടലപ്പാ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടലപ്പാ, നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടലപ്പാ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടലപ്പാ. ഒരമ്മ പെറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്നെയാ, ഒരമ്മ പെറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്നെയാ. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടലപ്പാ. ആരുടെ കൂടെ നിൽക്കും നിങ്ങൾ, ആരുടെ കൂടെ നിൽക്കും, ആരുടെ കൂടെ നിൽക്കും നിങ്ങൾ, ആരുടെ കൂടെ നിൽക്കും, നേരിൻ്റെ കൂടെ നിൽക്കും നമ്മൾ, നേരിൻ്റെ കൂടെ നിൽക്കും, നേരിൻ്റെ കൂടെ നിൽക്കും നമ്മൾ, നേരിൻ്റെ കൂടെ നിൽക്കും. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടലപ്പാ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടലപ്പാ. ജനിക്കുമെന്നത് സത്യം, മരിക്കുമെന്നത് സത്യം, ജനിക്കുമെന്നത് സത്യം, മരിക്കുമെന്നത് സത്യം. ഇതിനിടയ്ക്കുള്ള കാലം ഒന്നു കഴിച്ചു കൂട്ടുന്നു നമ്മൾ, ഇതിനിടയ്ക്കുള്ള കാലം ഒന്നു കഴിച്ചു കൂട്ടുന്നു നമ്മൾ. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടലപ്പാ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടലപ്പാ. അത് കലക്കി. അപ്പോൾ ജനിക്കുമെന്നുള്ള സത്യത്തിനും മരിക്കുമെന്നുള്ള സത്യത്തിനും ഇടയിൽ നമ്മൾ കഴിച്ചു കൂട്ടുന്നതാണ് ജീവിതം. ജനന മരണങ്ങൾക്കിടയിൽ നമ്മൾ കടം കൊണ്ട ഒരു വെറും കഥയാണ് ഉമനെ ജീവിതമെന്ന് കവി.